എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ റാൻഡമായി തെരഞ്ഞയിടത്തും അതില്ലാത്ത ഇടങ്ങളിലേക്ക് അടക്കം ഈ പറയുന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. 11 സ്പോട്ടുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 67 അസ്ഥികഷ്ണങ്ങളാണ് ലഭിച്ചത്. ഇന്നും പരക്കെ സ്പോട്ടുകൾ മാർക്കാകുന്നുണ്ട്. നമുക്ക് ഒരു അനുമാനത്തിലെത്തുകയാണെങ്കിൽ പലയിടത്തായിട്ട് ആ പറമ്പിൽ 2-2.5 ഏക്കർ വ്യാപിച്ചു കൊടുക്കുന്ന പറമ്പും വീടുമാണ്. പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ അസ്ഥികൾ പലയിടങ്ങളിലായിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഒരു ആഴത്തുള്ള ഡിഗിങ്, ആഴത്തിലൊരു കുഴി എടുക്കൽ വേണ്ടി വരുമോ എന്ന കാര്യമാണ് സംശയമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഒരു 1.5 അടി കുഴിച്ചപ്പോഴേക്കും ഈ അസ്ഥികഷ്ണങ്ങൾ കത്തിച്ച നില അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മെഷീൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്ന 5 മീറ്ററോളമാണ്. അത്രത്തോളം ആഴത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു 10-15 വർഷം പഴക്കമുള്ളൊരു തെങ്ങ് അവിടെയുണ്ട്. അത് മറിച്ചിട്ടൊരു പരിശോധനയ്ക്ക് അവർ തയ്യാറെടുക്കുന്നു എന്ന് അശ്വിൻ ബാല റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൊരു വലിയ അസ്വാഭാവികത കാണാനില്ല. ഈ പറയുന്ന 2006 ആദ്യത്തെ ബിന്ദു തിരോധാന കേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം ഏകദേശം ഒരു 22 വർഷം കഴിയുന്നു. ആ ഒരു സാധ്യത കൂടി ഇല്ലാതാകുന്നില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കൂടുതൽ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. ഇപ്പോൾ ടോബി ജോൺസൺ കൂടി കോട്ടയത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഈ ആലപ്പുഴയിലെ പള്ളിപ്പുറത്തെ വീട്ടിൽ ത്വരിതമായ ഒരു തെരച്ചിൽ പരിശോധന ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഈ സമയത്ത് തന്നെ ഈ പറയുന്ന സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഒന്നെങ്കിൽ ചിരിയാണ്, ഇല്ലെങ്കിൽ മൗനമാണ്. അതിനപ്പുറത്തേക്കൊരു വാക്ക് ഈ പറയുന്ന സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. പരമാവധി പല രീതിയിൽ പല ശൈലിയിൽ ചോദ്യം ചെയ്തു. മാനസിക വിദഗ്ധരുടെ അടക്കം ഒരു സഹായത്തോടെ ചോദ്യം ചെയ്താൽ മാത്രം ഇയാൾ എന്തെങ്കിലും തുറന്നു പറയൂ എന്നൊരു നിഗമനത്തിലാണ്. ഒന്നെങ്കിൽ ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫെഷൻ ഈ പറയുന്ന സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ടോബി കൂടി ചേർന്നു. ടോബി, ഈ പറഞ്ഞതുപോലെ സെബാസ്റ്റ്യൻ ഒരു അനക്കവുമില്ലാതെ ഈ ഇത്രത്തോളം തെരച്ചിൽ വീട്ടിൽ നടക്കുമ്പോൾ, അസ്ഥികൾ കണ്ടെത്തുമ്പോൾ ഒരു കുറ്റബോധത്തിന് ലാഞ്ചന പോലും ഇല്ലാതെ വളരെ കോൺഫിഡന്റായി അവിശ്വസനീയമായ ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. ഈ ആത്മവിശ്വാസത്തിന് കാരണം എന്തെങ്കിലും അന്വേഷണം തന്നെ ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇയാളെ വീക്കാക്കുക, ഇമോഷണലി വീക്കാക്കുക എന്നുള്ളത് മാത്രമാണ് ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴി. ഈ ഭാര്യയെ കൂടി എത്തിച്ചൊരു മൊഴിയെടുത്ത് പിന്നീട് ഇരുവരെയും ഒന്നിച്ചിരുത്തിയ ഒരു ചോദ്യം ചെയ്യലിനാണോ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? കാരണം 51 വയസ്സിന് ശേഷം മാത്രമാണ് ഈ പറയുന്ന ഭാര്യയ്ക്ക് സെബാസ്റ്റ്യനെ അറിയുകയുള്ളൂ. അയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാനുണ്ട്. ഒപ്പം 51 വയസ്സ് മുതൽ ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ദുരൂഹത, സംശയം ഇതടക്കം തോന്നിയിട്ടുണ്ടോ എന്നടക്കം, എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഇവരുടെ മൊഴികൾ തമ്മിലുണ്ടോ എന്നടക്കമൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യൽ ഒരു സ്വഭാവം എങ്ങനെയാണ്? വിവരങ്ങൾ സുഹേൽ, തീർച്ചയായിട്ടും രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ സെബാസ്റ്റ്യന്റെ ഭാര്യ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തി. നേരത്തെ തന്നെ അവർക്ക് ഇത് സംബന്ധിച്ചൊരു നോട്ടീസ് നൽകിയിരുന്നു. ഈ ഒരു അറസ്റ്റിന് മുൻപ് തന്നെ, അതായത് ഈ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭാര്യയോട് ചില മൊഴികൾ പോലീസ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില മൊഴികൾ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് ഈ ജൈനമ്മ കാണാതായ ദിവസം 2024 ഡിസംബർ 23-ന് എവിടെയായിരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ളൊരു ചോദ്യമാണ്. എവിടെയൊക്കെ പോയി, അത് എത്രത്തോളം ആ ദിവസത്തെക്കുറിച്ച് എന്തൊക്കെ ഈ ഭാര്യയ്ക്ക് അറിയാമെന്നതാണ് പ്രധാനമായിട്ടും ക്രൈംബ്രാഞ്ച് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഈ ഭാര്യയ്ക്ക് അറിയാമായിരുന്നോ എന്നുള്ള വിവരം കൂടി ഇവർ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. അതിനിടയിൽ കാര്യമായിട്ടൊന്നും തന്നെ, അതായത് ഒരു കുറ്റകൃത്യം ചെയ്തു എന്നൊരു കൺഫെഷനിലേക്ക് ഈ സെബാസ്റ്റ്യൻ എത്തുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. 2 SP, അതായത് കോട്ടയത്തെ SP യും ആലപ്പുഴയിലെയും ക്രൈംബ്രാഞ്ച് SP രണ്ടുപേരും മാറി മാറി ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യൽ ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മൗനം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ മറ്റ് തെളിവുകൾ, അതായത് അനുബന്ധ തെളിവുകൾ യോജിപ്പിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. DNA പരിശോധനാ ഫലം എത്രയും വേഗം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനു മുൻപ് തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ ഫോൺ സംബന്ധിച്ചുള്ള തെളിവുകളാണ്. അത് അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഈ മൊബൈലുമായി ഈരാറ്റുപേട്ടയിലേക്ക് ഒരു കടയിൽ പോയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അത്തരത്തിലുള്ള മറ്റ് അനുബന്ധ തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികളും വളരെയധികം നിർണായകമാണ്. അതുകൊണ്ടാണ് ഈ ഭാര്യയെ കൂടി വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നത്. സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഡിസംബർ 23 എന്താണ് സെബാസ്റ്റ്യൻ ചെയ്തത്, അന്ന് എവിടെയൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. സുഹൈൽ.